നമസ്കാരം. 16ാം കേരള നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 16ാം കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ്? ഓപ്ഷൻസ്: എ എൻ ശംസീർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം ബി രാജേഷ്, ഷാനിമോൾ ഉസ്മാൻ. ശരി ഉത്തരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രണ്ടാമത്തെ ചോദ്യം, നിലവിലെ കേരള ഗവർണർ ആരാണ്? പി സദാശിവം, ആരിഫ് മുഹമ്മദ് ഖാൻ, രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, സി രാധാകൃഷ്ണൻ. ആൻസർ: രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സതീശൻ മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, എ പി അനിൽകുമാർ, കെ മുരളീധരൻ. ആൻസർ: ടി സിദ്ദിഖ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന തീയതി എന്നാണ്? ഓപ്ഷൻസ്: ഏപ്രിൽ 6, മെയ് 4, ഏപ്രിൽ 9, മെയ് 18. ആൻസർ: ഏപ്രിൽ 6. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചത് എന്നാണ്? ഓപ്ഷൻസ്: ഏപ്രിൽ 6, മെയ് 4, മെയ് 14, മെയ് 18. ആൻസർ: മെയ് 4. ആറാമത്തെ ക്വസ്റ്റ്യൻ, വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എന്നാണ്? ഓപ്ഷൻസ്: മെയ് 4, മെയ് 14, മെയ് 18, മെയ് 22. ആൻസർ: മെയ് 18. അടുത്ത ക്വസ്റ്റ്യൻ, 16ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഓപ്ഷൻസ്: രമേശ് ചെന്നിത്തല, പിണറായി വിജയൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, വി മുരളീധരൻ. ആൻസർ: പിണറായി വിജയൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 16ാം നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഓപ്ഷൻസ്: ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ഷാനിമോൾ ഉസ്മാൻ, കെ കെ രമ. ആൻസർ: ഷാനിമോൾ ഉസ്മാൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 16ാം നിയമസഭയിലെ ഗവൺമെൻറ് ചീഫ് വിപ്പ് ആരാണ്? ഓപ്ഷൻസ്: റോജി എം ജോൺ, അബു ജോൺ ജോസഫ്, മോൻസ് ജോസഫ്, എം ലിജു. ആൻസർ: അബു ജോൺ ജോസഫ്. അടുത്ത ചോദ്യം, ആരോഗ്യം ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: ടി സിദ്ദിഖ്, എൻ ശംസുദ്ദീൻ, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്. ആൻസർ: കെ മുരളീധരൻ. അടുത്ത ക്വസ്റ്റ്യൻ, വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ്: പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ. ആൻസർ: പി കെ കുഞ്ഞാലിക്കുട്ടി. സതീശൻ മന്ത്രിസഭയിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: വി ഡി സതീശൻ, റോജി എം ജോൺ, എൻ ശംസുദ്ദീൻ, ടി സിദ്ദിഖ്. ആൻസർ: റോജി എം ജോൺ. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, പി കെ ബഷീർ, സണ്ണി ജോസഫ്. ആൻസർ: കെ എം ഷാജി. ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളുടെ മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: പി സി വിഷ്ണുനാഥ്, വി ടി ബൽറാം, ഷാനിമോൾ ഉസ്മാൻ, എം ലിജു. ആൻസർ: പി സി വിഷ്ണുനാഥ്. അടുത്ത ക്വസ്റ്റ്യൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻസ്: റോജി എം ജോൺ, എൻ ശംസുദ്ദീൻ, കെ എ തുളസി, ടി സിദ്ദിഖ്. ആൻസർ: എൻ ശംസുദ്ദീൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ആരാണ്? ഓപ്ഷൻസ്: വി മുരളീധരൻ, ബി ബി ഗോപകുമാർ, രാജീവ് ചന്ദ്രശേഖരൻ, വി വി രാജേഷ്. ആൻസർ: വി മുരളീധരൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം ആകെ എത്ര സീറ്റുകൾ നേടി? ഓപ്ഷൻസ്: 0, 1, 3, 5. ആൻസർ: 3. അടുത്ത ക്വസ്റ്റ്യൻ, എം ലിജു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതാണ്? ഓപ്ഷൻസ്: ആഭ്യന്തരം, റവന്യൂ, സഹകരണം, എക്സൈസ്, ഗതാഗതം. ആൻസർ: സഹകരണം, എക്സൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, 16ാം കേരള നിയമസഭയിലെ പ്രൊട്ടേം സ്പീക്കർ ആരായിരുന്നു? ഓപ്ഷൻസ്: ജി സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പി കെ കുഞ്ഞാലിക്കുട്ടി, വി ഡി സതീശൻ. ആൻസർ: ജി സുധാകരൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ജൂലൈയിൽ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ്? ഓപ്ഷൻസ്: എ ജയതിലക്, വി പി ജോയ്, ബിശ്വനാഥ് സിൻഹ, ശാരദ മുരളീധരൻ. ആൻസർ: ബിശ്വനാഥ് സിൻഹ. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുതി വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: എം ലിജു, സണ്ണി ജോസഫ്, ഷിബു ബേബി ജോൺ, സി പി ജോൺ. ആൻസർ: സണ്ണി ജോസഫ്.
അടുത്ത ക്വസ്റ്റ്യൻ, സതീശൻ മന്ത്രിസഭയിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ് അനൂപ് ജേക്കബ്, റോജി എം ജോൺ, സി പി ജോൺ, ഒ ജെ ജനീഷ്. ആൻസർ സി പി ജോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്? ഓപ്ഷൻസ് കോൺഗ്രസ്, IUML, കേരള കോൺഗ്രസ്, RSP. ആൻസർ കേരള കോൺഗ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ, സതീശൻ മന്ത്രിസഭയിലെ ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻസ് VE അബ്ദുൽ ഗഫൂർ, PK ബഷീർ, T സിദ്ദിഖ്, N ഷംസുദ്ദീൻ. ആൻസർ VE അബ്ദുൽ ഗഫൂർ. അവസാനത്തെ ക്വസ്റ്റ്യൻ, 2026 ജൂലൈയിൽ കേരളത്തിൻ്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആര്? ഓപ്ഷൻസ് A ജയതിലക്, N ശേഷാദ്രിനാഥൻ, VP ജോയ്, ബിശ്വനാഥ് സിൻഹ. ആൻസർ N ശേഷാദ്രിനാഥൻ. ഇതിൻ്റെ ബാലൻസ് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്